അമ്മ ഞാൻ പറഞ്ഞാൽ മറന്നിട്ടില്ലല്ലോ അല്ലെ? 2 ദിവസം കഴിഞ്ഞ സ്കൂളിൽ ഓണാഘോഷമാ. എനിക്ക് പുതിയ സെറ്റ് സാരി തന്നെ വാങ്ങി തരണം കേട്ടോ. അതിനെന്താ, അമ്മയുടെ പൊന്നുമോക്കമ്മ ഇന്ന് തന്നെ സാരി വാങ്ങിത്തരാം. ബ്ലൗസിന്റെ തുണി എടുത്ത് തയ്ക്കാൻ കൊടുക്കാം കേട്ടോ. എന്റെ പൊന്നമ്മ. പിന്നെ എനിക്ക് പുതിയൊരു ഹീൽസും വാങ്ങണം, അതുപോലെ വളയും മാലയും കമ്മലും ഒക്കെ വാങ്ങണം കേട്ടോ. അമ്മ എല്ലാം പുതിയത് തന്നെ വേണം, പഴയതൊക്കെ ചീത്തയായി പോയി. ശരി ശരി, ഓണാഘോഷത്തിനല്ലേ, നടക്കട്ടെ, മേടിച്ചു തരാം. ചേച്ചി ഇത് കണ്ടോ, എനിക്ക് ഓണാഘോഷത്തിന് അമ്മ പുതിയ സെറ്റ് സാരി വാങ്ങി തന്നു. അതുപോലെ ഹീൽസും വളയും മാലയും കമ്മലും എല്ലാം മേടിച്ചു. ബ്ലൗസിന് തുണി എടുത്ത് തയ്പ്പിക്കാനും കൊടുത്തു. നന്നായിട്ടുണ്ട്. അല്ലമ്മ, കഴിഞ്ഞ ആഴ്ച എന്റെ ചെരുപ്പ് പൊട്ടിയപ്പോ മേടിച്ചു തരാൻ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പൊട്ടിയ ചെരുപ്പിട്ടോണ്ട് നടക്കുന്നേ? നമുക്ക് കഴിഞ്ഞ കൊല്ലം പുതിയ സാരി എടുക്കുകയും ചെയ്തു. അതാണെങ്കിൽ പുതിയതുപോലെ തന്നെ അലമാരി ഇരിപ്പുണ്ട്. പിന്നെന്താ വീണ്ടും ഇപ്പൊ ഒരു സാരി എടുത്തിരിക്കുന്നേ? ഈ ചേച്ചിക്ക് എന്നോട് അസൂയ അല്ലേ അമ്മേ? അസൂയായിട്ടൊന്നും അല്ല, എനിക്കും ഓണാഘോഷമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് സാരി എടുക്കണ്ടേ? എനിക്ക് സാരി എന്നിട്ട് വാങ്ങിയില്ലല്ലോ. വാങ്ങുമ്പോ 2 പേർക്കും വാങ്ങണ്ടേ? അത് പിന്നെ മോളെ, 2 പേർക്കും കൂടെ സാരി വാങ്ങാനുള്ള പൈസ തികയാത്തോണ്ടല്ലേ. മോളിനിപ്പം ഇവളുടെ കഴിഞ്ഞ കൊല്ലത്തെ ആ സാരി ഇരിപ്പില്ലേ, അതങ്ങ് എടുത്തു കൊടുക്കുക. അല്ല, കഴിഞ്ഞ വർഷവും എനിക്ക് സാരി എടുക്കാൻ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ പഴയൊരു സാരി എടുത്തു. ഇപ്രാവശ്യവും എനിക്ക് സാരി എടുക്കാൻ പൈസ ഇല്ല, പക്ഷെ ഇവക്ക് പുതിയൊരു സാരി എടുക്കാൻ പൈസ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എന്റെ ചെരുപ്പ് പൊട്ടിയപ്പം എനിക്കൊരു ചെരുപ്പ് മേടിച്ചു തരാൻ പൈസ ഇല്ലായിരുന്നു. ഇപ്പതേ ഇവക്ക് ചെരുപ്പ് ഉണ്ടായിട്ട് പോലും പുതിയ ഹീൽസും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം, ഞാനും അമ്മയുടെ മോള് തന്നെയല്ലേ. അത് പിന്നെ മോളെ, അവള് കുഞ്ഞല്ലേ, പിന്നെ നിനക്കറിയാലോ അവളുടെ വാശി. അവള് ചോദിച്ച സാധനമൊക്കെ കിട്ടണം, ഇല്ലെങ്കിൽ വാശി പിടിച്ച് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടല്ലേ അമ്മ പിന്നെ അവള് ചോദിക്കുമ്പോ എല്ലാം മേടിച്ചു കൊടുക്കുന്നേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഞാനും വാശി പിടിച്ച് കയറാൻ തുടങ്ങാം. അപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമോ? ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ വീട്ടിലെ ബുദ്ധിമുട്ടെടുത്തിടും. അപ്പൊ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ആ കാര്യം വേണ്ടെന്ന് വെക്കുന്നത്. ഇപ്പൊ വാശി പിടിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവക്ക് നന്നായിട്ട് അറിയാം വാശി പിടിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുമെന്ന്. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നല്ല അമ്മേ, എനിക്കുള്ളോട് അസൂയ ഉണ്ടായിട്ടൊന്നുമല്ല. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. അത് പിന്നെ മോള് പറഞ്ഞ ശരിയാ, എനിക്കും മനസ്സിലായി. എനിക്ക് പുതിയ സെറ്റ് സാരി വേണമായിട്ടൊന്നും അല്ല ഞാനിത് പറഞ്ഞത്. എനിക്ക് വേണ്ടതാനും ഇവളുടെ കഴിഞ്ഞ കാലത്തെ സാരി പുതിയതുപോലെ ഇരിപ്പുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചാളാം. മോളെ, നിനക്ക് ആ സാരി ഉടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന കുട്ടികള് നല്ല സാധനങ്ങളും പുതിയ സാധനങ്ങളൊന്നും ആഗ്രഹിക്കാൻ പോലും പാടില്ല. കാരണം ഇളയ കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ ഇനിയിപ്പം ഞങ്ങളും കൂടെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടി ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള മനസ്സ് ഈ മുതിർന്ന കുട്ടികൾക്കും ഉണ്ട്. അതിടയ്ക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി.